ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെഫിയും കൂടി വേഷമൊക്കെ മാറി ഹിന്ദിക്കാരുടെ ഒരു പഞ്ചാബി വേഷം എടുത്ത് അണിയും കേട്ടോ. അപ്പോ സ്റ്റെഫി അങ്ങനെ വേഷമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ഗംഗപ്രസാദ് പഞ്ചാബിക്കാരന്റെ തലയിൽ തൊപ്പിയും സർദാജിയുടെ പോലത്തെ വേഷമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റെഫിനെ നോക്കി വിളിക്കണ്ട്, വെൽക്കം വെൽക്കം മൃണാളിനി ഠാക്കൂർ എന്ന് പറയാണ്. അയ്യോ, എന്റെ പേര് അങ്ങനെയാണോ? അതെ, നീ ഇപ്പൊ പഞ്ചാബി കുട്ടിയാണ്, നിന്റെ പേര് മൃണാളിനി എന്നാണ്. അപ്പൊ നിന്റെ പേരോ എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോ എന്റെ പേര് അർജുൻ സിംഗ്. അർജുൻ സിംഗോ? എന്തായാലും ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരണടാ എന്ന് പറയാണ്. നിനക്ക് ഏത് വേഷം ചേരും എന്ന് പറയുമ്പോ നമ്മൾ ഈ വേഷത്തിൽ ആരും കണ്ടുപിടിക്കില്ലല്ലോ അല്ലെ? ഇല്ലടേ, നമ്മളെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ തോന്നുന്നില്ല. എന്നീ വേഷത്തിൽ ആർക്കെങ്കിലും മനസ്സിലാവോ? ഒരിക്കലും ഇല്ല. എടാ, നിനക്ക് എന്നീ വേഷത്തിൽ കണ്ട ആർക്കും മനസ്സിലാവാൻ സാധിക്കില്ല. എന്നെ മനസ്സിലാവോടാ? ഒരിക്കലും ഇല്ല, നിന്നെ മനസ്സിലാവില്ല. എടാ, നമ്മളിപ്പോ എങ്ങോട്ടേക്കാ പോണത്? എടി, നമുക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാം. ആരെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കണം. അങ്ങനെ തിരിച്ചറിയുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദൗത്യത്തിലേക്ക് കടക്കാം. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതിയടാ. ടിവിക്കാരും ഒക്കെ പുറകെ, ടിവിക്കാരും ചാനലുകാരൊക്കെ നിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചാനലുകാരുടെ കാര്യം പിന്നെ പറയണ്ട, പല രീതിയിലും നിന്റെ വാർത്ത ഇടുന്നോണ്ട് ആൾക്കാർക്കൊക്കെ അപ്പൊ നിന്നെ കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് ശരിക്കും പേടിക്കണം. നമ്മൾ തമിഴ്നാട്ടിലെ പോലല്ല, കേരളത്തിൽ കുറച്ചുകൂടി നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. എടി, എനിക്കറിയാടി. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയേ പറ്റൂ. ആ കാർത്തികനെ, അത് പോണ ലക്ഷ്മിയമ്മനെ ഇല്ലാതാക്കിട്ട് പോണോടാ എന്ന് പറയാണ്. ശരിയാ. പിന്നെ ഇപ്പഴെങ്കിൽ കല്യാണിയുടെ അമ്മ ഇല്ലാതായത് കൊണ്ടിട്ട് കല്യാണിക്കും ചിലപ്പോ കല്യാണിയുടെ അച്ഛനൊക്കെ ചെറിയ നീരസം ഉണ്ടാവുമായിരിക്കും. ലക്ഷ്മിയമ്മ എടുത്തും ലക്ഷ്മിയമ്മയുടെ മകളായിട്ടുള്ള കാർത്തിക എടുത്തും അവര് വന്നത് കൊണ്ടിട്ടാണല്ലോ അവരുടെ കുടുംബം ഇങ്ങനെയൊക്കെ ആയത്. അതൊരു കണക്കിന് നമുക്കും നല്ലതാണ്. അവർ തമ്മിൽ അടിച്ചു പിടിയട്ടേടി. എന്താ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു കാറിലേക്ക് കയറുന്നുണ്ട്. ഇതാരുടെ കാറാടാ എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോ ഒരു കാറ്. എന്തായാലും ഈ കാർ നമ്മുടെ കാര്യം കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലൊക്കെ ഉപേക്ഷിച്ച് പോണം എന്ന് പറയാണ്. അല്ല, അപ്പൊ ഈ കാറിന്റെ ഓണർ എവിടെ എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോ ഇതിന്റെ ഓണറെ മൂക്കൊക്കെ ചതഞ്ഞു കൂടി ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോ സ്റ്റെഫി ചിരിക്കാട്ടോ. അപ്പോ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മൂക്ക് ചതിച്ച് പരുത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, നമ്മുടെ മൂക്കടിച്ച് പരുത്താൻ കഴിവുള്ള ഒരാളാണല്ലോ നമ്മുടെ ശത്രുവായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് കിരൺ. അവനെ സൂക്ഷിക്കണം. നീ ആദ്യമായിട്ടാ ഒരു ശത്രുവിനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് ഞാൻ കേൾക്കണത് എന്ന് സ്റ്റെഫി പറയുമ്പോ അവനെ സൂക്ഷിക്കണം സ്റ്റെഫി. നീ വിചാരിക്കുന്ന പോലെ അല്ല. നല്ലത് കാണുമ്പോ നല്ലതും ചീത്ത കാണുമ്പോ ചീത്ത എന്ന് പറയണല്ലോ. പിന്നെ ഉള്ള കാര്യം ഉള്ള പോലെ പറയണല്ലോ. കിരൺ നമ്മൾ വിചാരിച്ച പോലെ അവനെ കളരിപ്പയറ്റും കരാട്ടയും എല്ലാം അറിയാം, ഗുസ്തി എല്ലാ കാര്യങ്ങളും അറിയാം. അവന് അത് ഇവിടെ നിന്ന് പഠിച്ചല്ല, പുറം നാട്ടിൽ എവിടെ നിന്ന് പഠിച്ചാണ്. അതുകൊണ്ട് അവൻ ഇത്ര മേൽവഴക്കം. ഞാൻ അതുകൊണ്ടല്ലേ വീണു പോയത്. അവന്റെ മൂക്കിലിട്ട് ഒരു അടി തന്നൂടി, അതെനിക്ക് ഇപ്പോഴും മറക്കാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ എന്നെക്കാളും കുറച്ചുകൂടി മോളിലാണ് അവൻ ഇടിയുടെയും കാര്യത്തിൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പോലീസ് ചെക്കിംഗ് ഒക്കെ റോട്ടിൽ നടന്നുകൊണ്ടിരിക്കട്ടോ. ഹെൽമെറ്റ് ഇല്ലാത്തവരെ ഹെൽമെറ്റ് നോക്കുകയും ഹെൽമെറ്റ് ഉള്ളവരെ ഹെൽമെറ്റ് മാറ്റി നോക്കുകയൊക്കെ പോലീസ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ സ്റ്റെഫി പറയണ്ട, അയ്യോ എടാ പോലീസ്, നീ പേടിക്കണ്ടേ, പോലീസ് തന്നെയാ നല്ലത്. നമ്മൾ അവരെ തിരിച്ചറിയാണെങ്കിൽ എന്ത് ചെയ്യോടാ? തിരിച്ചറിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധമില്ലേ, അത് കാണിച്ച് നമുക്ക് അവരെ പേടിപ്പിച്ച് രക്ഷപ്പെടാം. എടാ, പക്ഷേ പിടിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടുകൂടി. പിന്നെ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പോലീസുകാർ വേഗം തന്നെ നമ്മുടെ ഗംഗപ്രസാദ് കാർ ഇങ്ങനെ വരുമ്പോഴേക്കും നിർത്തുന്നു പറയാണ്. ഗംഗപ്രസാദ് ഇങ്ങനെ നിർത്തുന്നുണ്ട്. ക്യാസാ എന്ന് പറയുമ്പോഴേക്കും, അതെ നിങ്ങളുടെ പേരെന്താ? സാർ എന്താ പറയണത്? ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാണ്. അതെ, നിങ്ങളുടെ പേര് ന്യാം ക്യാ ഹെ എന്ന് ചോദിക്കുകയാണ്. ന്യാം അർജുൻ സിംഗ് എന്ന് പറയാണ്. തുമാര എന്ന് പറയുമ്പോഴേക്കും മൃണാളിനി ഠാക്കൂർ എന്ന് പറയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോഴേക്കും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു കള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നമ്മുടെ ഗംഗപ്രസാദ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓക്കെ പോയിക്കോളാൻ വേണ്ടി പറയാണ്. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി വണ്ടി എടുത്തവിടുന്ന് പോവാണ്. സ്റ്റെഫി പറഞ്ഞു, രക്ഷപ്പെട്ടു. അതെ, അവര് തിരിച്ചറിഞ്ഞില്ല. അപ്പൊ നമ്മളിനി ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുക കേട്ടോ. പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ കാദംബരി എടുത്ത് പറയണ്ട, മോളെ ലക്ഷ്മി അമ്മേനെയും അതുപോലെ തന്നെ കാർത്തികേനെയും വിളിക്കുക എന്ന് പറയുമ്പോൾ അവരങ്ങോട്ടേക്ക് വരുവാട്ടോ. തേച്ച വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രകാശം പറയണ്ട്, മോളെ കാർത്തികയെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ട്. മരിക്കുന്നതിന് മുമ്പ് കല്യാണിയുടെ അമ്മ ദീപ എന്നെ പറഞ്ഞു വെച്ച കാര്യമാണ്. അവളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളുടെ കല്യാണം കാണുക എന്നുള്ളത്. അച്ഛ, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട എന്ന് കാർത്തിക പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട്, ദീപയുടെ അവസാന ആഗ്രഹമാണ് നിന്റെ വിവാഹം കാണുക എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് നടത്തി കാണിക്കണം. ലക്ഷ്മിയമ്മ പറയണ്ട്, ഇപ്പൊ മരണം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പൊ എന്തായാലും അതിനെ കുറിച്ച് ആലോചിക്കണ്ട പ്രകാശേട്ട എന്ന് പറയാണ്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുക
അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടെ കല്യാണിനും കൂട്ടിക്കൊണ്ട് രൂപ വരുന്നുണ്ട് കേട്ടോ. രൂപ പറയുന്നുണ്ട് പ്രകാശിനോട്, ഒന്നും പറയണ്ട, മോൾക്ക് എപ്പോഴും പ്രകാശിന്റെ വിചാരം മാത്രമേ ഉള്ളൂ, അച്ഛൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ കുടിച്ചിട്ടുണ്ടാവോ എന്നുള്ള വിചാരം മോൾക്ക് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പണ്ട് മോളങ്ങ് ടെൻഷൻ അടിക്കേണ്ട, അച്ഛൻ ഇപ്പൊ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി എന്ന് പറയാണ്. ഞാനേ നമ്മുടെ അമ്മ പറഞ്ഞ കാര്യം കാർത്തിക മോളോട് പറയായിരുന്നു മോളെ, അവളുടെ വിവാഹത്തിന്റെ കാര്യമാണല്ലോ ദീപ അവസാനം പറഞ്ഞത്. അപ്പൊ കല്യാണി പറയണ്ട, അതേ ചേച്ചി, അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ചേച്ചിയുടെ വിവാഹം നടക്കാന്നുള്ളത്. ചേച്ചി എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം, അമ്മക്കത് സന്തോഷവും. എന്നാലും ഇപ്പൊ വേണ്ട മോളെ എന്ന് കാർത്തിക പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട, ഇപ്പൊ വേണം കാർത്തികെ, കാരണം വേറൊന്നുമല്ല, മരണം കഴിഞ്ഞ് 41 ദിവസം വരെ ഒന്നും ആഘോഷിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ, അത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് വേണേലും നടത്താം. പിന്നെ മോളുടെ വിവാഹം കാണരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ പുറത്ത്, ഗംഗപ്രസാദും അവന്റെ കൂട്ടാളിയും, അവര് കാണണം മോളുടെ വിവാഹം നടക്കണത്. അവര് വിവാഹം നടക്കാതിരിക്കാനായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്, പക്ഷെ അത് നടത്തിയെന്ന് അവരറിയണം, അവരത് കാണണം മോളെ എന്ന് പറയാണ്. അപ്പോ കല്യാണിയും പറയുന്നുണ്ട്, അതെ ചേച്ചി, ഞാൻ ആരുടെയും സങ്കടമൊന്നും കാണാൻ കൂട്ടില്ല, എനിക്ക് ആവില്ല, പക്ഷെ ഗംഗപ്രസാദ് അതിന്റെ പേരിൽ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് കാണണം, എന്റെ അമ്മയുടെ അവസാന ആഗ്രഹമായിരുന്നു, ചേച്ചി അത് സമ്മതിക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, ഞാൻ ദിലീപിനോട് സംസാരിച്ചു, അവർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറയുന്ന സമയം അവർ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ കാർത്തികും ഇങ്ങനെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ദിലീപിനെയാണ്. ദിലീപ് തന്റെ അച്ഛനും അമ്മയടുത്ത് പറയണ്ട, അച്ഛാ അമ്മേ ദേ കാർത്തികയുടെ അച്ഛൻ വിളിച്ചിരുന്നു, വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോ ദിലീപിന്റെ അമ്മ പറയണ്ടടാ, അവിടെ മരണം കഴിഞ്ഞല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ വിവാഹം കുറച്ച് കഴിഞ്ഞിട്ട് പോരായിരുന്നോ, അവര് പറഞ്ഞതാണമ്മേ, പിന്നെ കല്യാണിയുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു എന്ന് കാർത്തികയുടെ വിവാഹം നടന്ന് കാണുക എന്നുള്ളത് എന്ന് പറയുമ്പോ ദിലീപിന്റെ അച്ഛൻ പണ്ട് എന്തായാലും അവര് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒഴിവൊന്നും പറയണ്ട, കാർത്തികയും അവരുടെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാ, എനിക്ക് ആ വീട്ടുകാരെ ഒരുപാട് ബോധിച്ചു, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബന്ധം നമുക്കിനി കിട്ടാനില്ല, അവരുടെ സ്വത്തും പണവും മോഹിച്ചിട്ടൊന്നുമല്ല, എന്തൊരു കൾച്ചർ അവർക്ക്, അതുകൊണ്ട് അവര് തന്നെ മതി എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ദിലീപിന്റെ അമ്മ പറയണ്ട, ഹോ ഈ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പാത്രമോ സാധനങ്ങളോ വിൽക്കാൻ വന്നാൽ പോലും പേടിയാണ് എന്ന് പറയുമ്പോ ദിലീപ് പറയുന്നുണ്ട്, അങ്ങനെ പേടിച്ചിട്ട് ഒരു കാര്യമില്ലമേ, ഓരോ പണക്കാരും കഴിവുള്ളവർക്ക് ഇങ്ങനെ ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും നമ്മൾ കാര്യത്തിലെടുക്കണ്ട, അങ്ങനെ പേടിച്ച് നമുക്ക് പേടിക്കാനേ സമയം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാണ്. എന്തായാലും അവര് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മുടക്കമൊന്നും വരുത്തേണ്ട, അവര് പറഞ്ഞ സമയത്ത് തന്നെ വിവാഹം നടത്തണം എന്ന് ദിലീപിന്റെ അച്ഛൻ പറയാണ്. അത് കേൾക്കുമ്പോൾ ദിലീപിനെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ നയനേനെയാണ്. നയന കല്യാണിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. നയന പറയണ്ട്, നിന്റെ അമ്മ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ലേ, നിന്റെ അമ്മേനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, അമ്മക്ക് ഭയങ്കര വിഷമമായിരുന്നു നിന്റെ കാര്യത്തിൽ, ആദ്യമൊക്കെ ആദർശേട്ടനും വീട്ടുകാർക്കും നിന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അത് കാണുമ്പോ അമ്മ പറയുമായിരുന്നു, പാവം നയന മോൾക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം അല്ലായിരുന്നല്ലോ മോളെ വേണ്ടത്, നല്ല ജീവിതം കിട്ടേണ്ടതായിരുന്നല്ലോ അവൾക്ക് എന്നൊക്കെ അമ്മ എപ്പോഴും പറയായിരുന്നു. പിന്നെ ആദർശേട്ടൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്റെ അമ്മയാണ്, എന്റെ അമ്മ ഒരു പാവമായിരുന്നു, എന്റെ മാത്രം അമ്മയല്ലായിരുന്നു, അമ്മ സ്നേഹിക്കുന്ന എല്ലാ മക്കളും അമ്മക്ക് മക്കളെപ്പോൾ തന്നെയായിരുന്നു, പാവം എന്റെ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിലൊന്നും ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അമ്മയും കഴിക്കില്ലായിരുന്നു, അമ്മക്ക് ഭക്ഷണത്തിന് വിലക്കൊന്നുമില്ല, പക്ഷെ ഞാൻ വിശന്നിരിക്കുമ്പോ അമ്മ കഴിക്കില്ലായിരുന്നു, അമ്മ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെയൊക്കെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്ന് പറയുമ്പോ നയനെ പറയണ്ട്, നീ വിളിച്ചപ്പോ തന്നെ വരണോന്ന് വിചാരിച്ചിട്ട് ഞാൻ പണിയൊക്കെ ഒതുക്കി ഞാനും മാതൃശേട്ടനും ഒരുങ്ങി നിന്നതാടി, അപ്പോഴാ പെട്ടെന്ന് ആള് പോയത് പറഞ്ഞത്, അത് കേട്ടപ്പോ ശരിക്കും തകർന്നു പോയി എന്ന് പറയാണ്. നീ വിഷമിക്കണ്ട, നിന്റെ അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ട് കല്യാണി, നിന്റെ കൂടെ നിന്റെ അമ്മയുണ്ട്, അമ്മക്ക് നിന്നെ വിട്ടു പോകാനാവില്ല, നീ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം, വേണ്ടടേ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാണ്. നീ എന്നാ കാറിലേക്ക് കയറി എന്ന് പറഞ്ഞ നയന കല്യാണിന് കാറിലേക്ക് കയറുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.